ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആളുകൾക്ക് അവർക്ക് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി നമ്മൾ ചില സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണോ, നിങ്ങൾ 3 കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം. എന്തൊക്കെ 3 കാര്യം എന്നറിയോ? 1 പ്രാക്ടീസ്, 2 പ്രാക്ടീസ്, 3 പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം. നമുക്ക് ആവശ്യമുള്ള ഗ്രാമർ കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ വീഡിയോയിൽ ഇത് ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് നിങ്ങളിപ്പോൾ സംസാരിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് സെന്റൻസസ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് സെന്റൻസസ് അത് ഞാൻ നന്നായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു ഓർഗനൈസ്ഡ് വേയിൽ അത് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ഇന്ന് മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ 50 സെന്റൻസസ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട. നിങ്ങൾ ജസ്റ്റ് ആ ഒരു സെന്റൻസ് അതേപോലെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആ 50 സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. ഞാനതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ മാത്രമല്ല, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ സെന്റൻസസ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ സബ്ടൈറ്റിലിൽ ഞാൻ മലയാളം കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മലയാളം അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. അത് വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് വേർഡ് മാത്രമേ ഞാൻ താഴെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ സന്ദർഭം പറയും. അപ്പോൾ സന്ദർഭം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ വേർഡുകൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഏതൊക്കെയാണ് 50 സെന്റൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോണ 10 സെന്റൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് അയാളുടെ ഹായ് ഹലോ എന്നുള്ള ഗ്രീറ്റിങ്സ് എങ്ങനെ പറയുക, ഓക്കെ. അതേപോലെ നിങ്ങളെ പേരെന്താണെന്നൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചോദിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ഒരാൾ കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്ക് അയാളോട് പറയാം ഹലോ, ഹലോ അല്ലേ, ഈസി അല്ലേ? ഹലോ. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കണ്ടുമുട്ടാണ്, അപ്പോൾ അയാൾ പറയുന്നത് ഹലോ, ഹലോ. അടുത്ത വാക്ക് നമ്മൾ പറയാൻ പോണത്, നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാ, ഗുഡ് മോർണിംഗ്. നമ്മൾ മലയാളത്തിൽ രാവിലെ സുപ്രഭാതം പറയും അല്ലേ, അതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹേ ഗുൽസാർ, ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ അവരെ കണ്ടുമുട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്, 12 മണിക്ക് ശേഷമാണ് കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അവരോട് പറയാം ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി നമ്മൾ ഈവനിങ്ങിൽ ഒരു 6 മണി 7 മണിക്ക് ശേഷമൊക്കെയാണ് ഒരാളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് അയാളോട് പറയാൻ പറ്റിയൊരു ഗ്രീറ്റിംഗ് ആണ് ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ, ഈസി അല്ലേ? ഇനി അതല്ല, ഒരാളെ നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരാളെ ഗ്രീറ്റ് ചെയ്യണം അല്ലേ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണ് ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഇനി ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാളോട് എങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുക, സുഖമാണോ, ഹൗ ആർ യു, ഹൗ ആർ യു, എങ്ങനെ ചോദിക്കാം, ഹൗ ആർ യു, സുഖമാണോ. ഇനി ഒരാൾ നിങ്ങളോട് ഹൗ ആർ യു എന്ന് ഇങ്ങോട്ട് ചോദിച്ചു, സുഖമാണോ, അപ്പോൾ അതിനെങ്ങനെ നമ്മൾ മറുപടി കൊടുക്കുക, ഐ ആം ഫൈൻ താങ്ക് യു, ഐ ആം ഫൈൻ താങ്ക് യു, എനിക്ക് സുഖമാണ് നന്ദി അല്ലേ. അയാളെ ചോദിച്ചതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നന്ദി പറയണം ലാസ്റ്റ്, ഐ ആം ഫൈൻ താങ്ക് യു. ഇനി നമ്മൾ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അയാളെ പേരെന്താന്ന് ചോദിക്കണം. അതെങ്ങനെ നമ്മൾ ചോദിക്കുക, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്, വാട്ട് ഈസ് യുവർ നെയിം. ഈസി അല്ലേ, വാട്ട് ഈസ് യുവർ നെയിം. എൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാവോ, എൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. വാട്ട് ഈസ് യുവർ നെയിം. ഇനി ഒരാൾ നിങ്ങളോട് പേര് ചോദിച്ചു, എൻ്റെ പേര് ഇതാണ് എന്ന് എങ്ങനെ പറയുന്നേ, മൈ നെയിം ഈസ് ഗുൽസാർ, മൈ നെയിം ഈസ് ഗുൽസാർ. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, പേരിന് നെയിം, ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, ഗുൽസാർ. മൈ നെയിം ഈസ് ഗുൽസാർ, എൻ്റെ പേര് ഗുൽസാർ എന്നാകുന്നു. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എൻ്റെ പേര് ഗുൽസാർ എന്നാകുന്നു എന്നുള്ളത് പറയാം, മൈ നെയിം ഈസ് ഗുൽസാർ. അടുത്തത്, നമ്മൾ ഒരാളെ കാണുമ്പോൾ കാണാൻ പറ്റിയില്ല സന്തോഷം എന്നൊക്കെ പറയാറില്ലേ അല്ലേ, കാണാൻ പറ്റി, നിങ്ങളെ കാണാൻ പറ്റില്ലെങ്കിൽ സന്തോഷം അല്ലേ, അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ, നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു, കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഇത്രയാണ് ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിൽ ഞാൻ ഉൾപ്പെടുത്തിയ 10 സെന്റൻസസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് ബേസിക് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എങ്ങനെയാന്നുള്ളതാണ്. അത് നോക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ എവിടുന്നാ വരുന്നേ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് വേർ ആർ യു ഫ്രം, വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ എവിടുന്നാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട് എവിടെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ പറയാ, ആരെങ്കിലും ഒരാൾ വന്നാണ്ട് വേർ ആർ യു ഫ്രം ചോദിച്ചു, അപ്പൊ എങ്ങനെ മറുപടി പറയാ, ഐ എം ഫ്രം മലപ്പുറം,
ഐ എം ഫ്രം കേരള, ഐ എം ഫ്രം ഇന്ത്യ. അങ്ങനെയൊക്കെ റീപ്ലൈ കൊടുക്കാൻ പറ്റും കേട്ടോ. ഫ്രം എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നാണ് അർത്ഥം, എവിടെ നിന്നാണെന്നുള്ളത്. അപ്പം ഐ എം ഫ്രം കേരള, ഐ എം ഫ്രം ദുബായ്, ഐ എം ഫ്രം ഇന്ത്യ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരാളോട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ഡു യു ഡു, വാട്ട് ഡു യു ഡു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഒരു ആൻസർ കൊടുക്കുന്നത് നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വെക്കുക. നമുക്ക് എന്ത് പറയാം? ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അല്ലെങ്കിൽ ഐ എം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ഐ എം എൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ ആണ് എന്നൊക്കെ റീപ്ലൈ കൊടുക്കാൻ പറ്റും. ഇനി ഒരാളോട് നമുക്ക് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അപ്പോൾ ഒരാൾ നമ്മോട് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി പറയാ? യെസ് ഐ ഡു, യെസ് ഐ ഡു, യെസ് ഐ ഡു, അതെ ഞാൻ സംസാരിക്കും. ഇനി സംസാരിക്കില്ലെങ്കിൽ എങ്ങനെ പറയാ? നോ ഐ ഡോണ്ട്, നോ ഐ ഡോണ്ട്. ഈസി ആണല്ലോ അല്ലേ? ഇനി ഒരാളോട് നമുക്ക് അയാളെ ഏജ് ചോദിക്കണം, അയാൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കണം. എന്നെ ചോദിക്കുക? ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ആർ യു, നിങ്ങൾക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അങ്ങനെ ഒരാൾ നമ്മോട് ചോദിച്ചാൽ നമുക്ക് പറയാം ഐ എം 29, ഐ എം 25, ഐ എം 40 എന്നൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ഏജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലൈ കൊടുക്കാം കേട്ടോ. ഐ എം 40, ഐ എം 29. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും 10 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോണത് ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കാം. നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ അല്ലേ? നിങ്ങൾ ഒറ്റ മോനാണോ? സഹോദരങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ എന്നങ്ങനെ ചോദിക്കുക. ഡു യു ഹാവ് സിബ്ലിങ്സ്? സഹോദരങ്ങൾക്ക്, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സഹോദരങ്ങൾക്ക് നമ്മൾ സിബിലിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഡു യു ഹാവ് സിബിലിങ്സ്? നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടോ? അപ്പോൾ നമുക്കൊരു ആങ്ങളി ഒരു പെങ്ങളും ഉണ്ട്. നമ്മൾ എങ്ങനെ പറയാം? യെസ് ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ, എനിക്കൊരു ആങ്ങളയുണ്ട് ഒരു പെങ്ങളും ഉണ്ട് എന്ന് റീപ്ലൈ കൊടുക്കാൻ പറ്റും. യെസ് ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. ഇനി അങ്ങനെ ആരും ഇല്ല, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ലെങ്കിലോ നമ്മൾ എങ്ങനെ മറുപടി പറയും? നോ ഐ ആം ആൻ ഓൺലി ചൈൽഡ്, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ സഹോദരങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇനി ഒരാളോട് നിങ്ങൾ അച്ഛൻ്റെ പേരെന്താന്ന് അങ്ങനെ ചോദിക്കുക. നിങ്ങൾ അച്ഛൻ്റെ പേരെന്താ എങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം? അച്ഛൻ എന്നുള്ളതിന് ഫാദർ. വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം? നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താ? അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ പേര് പറയാം. എങ്ങനെ പറയാ? മൈ ഫാദേഴ്സ് നെയിം ഈസ് അബ്ദുറഹ്മാൻ, മൈ ഫാദേഴ്സ് നെയിം ഈസ് അബ്ദുറഹ്മാൻ. ആ ഫാദറിൻ്റെ അടുത്ത് ഒരു അപ്പോസ്ട്രഫി ആഡ് ചെയ്താണ്ട് ഒരു എസ് ആഡ് ചെയ്തതും ഫാദറിൻ്റെ എന്നർത്ഥം വന്നു. മൈ ഫാദേഴ്സ് നെയിം ഈസ് അബ്ദുറഹ്മാൻ. ഈസി അല്ലേ? എൻ്റെ അച്ഛൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അപ്പം അതേപോലെ അമ്മയുടെ പേര് ഞാൻ എങ്ങനെ ചോദിക്കുക? പറഞ്ഞേ. വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം? നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? അമ്മക്ക് മദർ എന്നാണല്ലോ പറയാ. വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം? നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? മുന്നേ പറഞ്ഞതുപോലെ മൈ മദേഴ്സ് നെയിം ഈസ് ഫാത്തിമ, എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. മറുപടി കൊടുക്കുക അല്ലേ? ഇനി ഒരാളോട് നമുക്ക് അയാൾ മാരീഡ് ആണോ എന്ന് എങ്ങനെ ചോദിക്കാം? ആർ യു മാരീഡ്? ഈസി ആണല്ലോ അല്ലേ? ആർ യു മാരീഡ്? നിങ്ങൾ മാരീഡ് ആണോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിന് മറുപടി ആയിട്ട് നമുക്ക് എന്താ പറയുക? ഒരാൾ ചോദിച്ചാൽ യെസ് ഐ എം മാരീഡ്, യെസ് ഐ എം മാരീഡ്. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ സിംഗിൾ ആണ്, അപ്പോൾ എന്താ പറയുക? നോ ഐ എം സിംഗിൾ, നോ ഐ എം സിംഗിൾ, ഞാൻ സിംഗിൾ ആണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ച് 10 സെന്റൻസസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോണത് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് ആണ്. ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തത്, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. എണീക്കുക എന്നുള്ളതിന് വേക്കപ്പ്. അപ്പോൾ ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഒരാൾ എന്തൊക്കെയാണ് നിങ്ങൾ രാവിലെ ചെയ്യലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെന്താ ഞാൻ ചെയ്യുക? ഞാൻ പല്ല് തേക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത്, ഐ ബ്രഷ് മൈ ടീത്ത്. പിന്നെ ഞാൻ പല്ല് തേക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ പല്ലു തേക്കുന്നു. പിന്നെ ഞാൻ കുളിക്കുന്നു. എങ്ങനെ പറയാം? ഐ ടേക്ക് എ ഷവർ, ഐ ടേക്ക് എ ഷവർ. ഞാൻ എന്ത് ചെയ്യുന്നു? കുളിക്കുന്നു. ഐ ടേക്ക് എ ഷവർ, ഞാൻ കുളിക്കുന്നു. ഇനി ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ പറയാ? രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ പറയാ? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു. ഇനി ഞാൻ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ വർക്കിന് പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു എങ്ങനെ പറയാ? ഐ ഗോ ടു വർക്ക്, ഐ ഗോ ടു ഓഫീസ്. ഇനി ഞാൻ ഉച്ചക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ പറയാ?
I eat lunch at 1 p.m. I eat lunch at 1 p.m. ഞാൻ 1 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു. എങ്ങനെ പറയാം? I come home in the evening. I come home in the evening. I come home in the evening. ഇനി ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുന്നു. എങ്ങനെ പറയാം? I eat dinner with my family. I eat dinner with my family. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുന്നു. ഇനി ഞാൻ കിടക്കാൻ പോണതിന് മുമ്പ് ടെലിവിഷൻ കാണുന്നു. എങ്ങനെ പറയാം? I watch TV before bed. I watch TV before bed. I watch TV before bed. ഇനി ഞാൻ രാത്രി 10 മണിക്ക് കിടക്കുന്നു. എങ്ങനെ പറയാം? I go to bed at 10 p.m. I go to bed at 10 p.m. ഞാൻ 10 മണിക്ക് കിടക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ആരെങ്കിലുമൊക്കെ ഡയറി എഴുതാൻ പറയുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഫോമിലാണ് ഞാൻ ഈ 10 സെന്റൻസസും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇതോടുകൂടെ തീരാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് ബേസിക് ആയിട്ടുള്ള നമ്മൾ കുറച്ച് നീഡ്സ്, അല്ലെങ്കിൽ ഒരാളോട് കുറച്ച് കാര്യം റിക്വസ്റ്റ് ചെയ്യണം, അതെങ്ങനെ ചെയ്യാന്നുള്ള നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 10 സെന്റൻസസ് ആണ് ഇനി നോക്കാൻ പോണത്. അതിലൊന്നാമത്തെ, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എങ്ങനെ ചോദിക്കുക? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ? നമ്മൾ എന്തെങ്കിലും ഒരു ട്രബിളിൽ പെട്ട് കിടക്കുകയാണ്, നമുക്ക് എന്തോ ഒരു ആവശ്യം ഒരാളോട് ചോദിക്കാനുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നെങ്ങനെ ഒരാളോട് പറയാ? ഐ നീഡ് സം വാട്ടർ. ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇനി നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് എങ്ങനെ ഒരാളോട് പറയാ? സിമ്പിൾ, ഐ എം ഹംഗ്രി. ഐ എം ഹംഗ്രി. എനിക്ക് വിശക്കുന്നുണ്ട്, ഐ എം ഹംഗ്രി. ഇനി എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്നെങ്ങനെ പറയാ? ഐ എം തേഴ്സ്റ്റി. ഐ എം തേഴ്സ്റ്റി. ഇനി ഒരാളുടെ എവിടെയാണ് ബാത്റൂം എന്നെങ്ങനെ നമ്മൾ ചോദിക്കുക? ബാത്റൂം എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കുക? വേർ ഇസ് ദ ബാത്റൂം? വേർ ഇസ് ദ ബാത്റൂം? എവിടെയാണ് ബാത്റൂം? ഇനി ഞാൻ കുറച്ച് കാപ്പി കുടിക്കാൻ അല്ലെങ്കിൽ കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാ? ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കോഫി. ഞാനൊരു കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ പറയണം ഒരു പെന്നും കൂടി തരുമോ? ഓ പെന്നും ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുക? പ്ലീസ് ഗീവ് മീ എ പെൻ. പ്ലീസ് ഗീവ് മീ എ പെൻ. എനിക്കൊരു പ്ലീസ് ഗീവ് മീ എ പെൻ. പ്ലീസ് ഗീവ് മീ എ പെൻ. ഒരു പെന്ന് തരുമോ? എനിക്കൊരു പെന്ന് തരുമോ? എനിക്കൊരു പെന്ന് തരുമോ? ഒരാളെ വസ്തു നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണം, ഫോണോ അല്ലെങ്കിൽ വണ്ടിയോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ചോദിക്കുക? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ? ക്യാൻ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളെ ഫോണൊന്ന് ഉപയോഗിച്ചു. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായില്ല, അതെങ്ങനെ നമ്മൾ അയാളോട് പറയാം? സോറി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല. സോറി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചപ്പോൾ അങ്ങനെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കണത്, അപ്പം നമ്മൾ അയാളോട് പറയണത് ഒന്ന് പതുക്കെ സംസാരിക്കുമോ എന്നങ്ങനെ ചോദിക്കുക? പ്ലീസ് സ്പീക്ക് സ്ലോലി. പ്ലീസ് സ്പീക്ക് സ്ലോലി. ഒന്ന് പതുക്കെ സംസാരിക്കുമോ? അപ്പോൾ ഇന്ന് നമ്മൾ 50 സെന്റൻസസ് ആണ് പഠിച്ചത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് കേട്ട് പോയാൽ പോരാ, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതല്ലാതെ വെറുതെ ഒരു 50 സെന്റൻസസ് പഠിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഷോർട്ട് കട്ട് 3 എണ്ണമായിരുന്നു. ഏതൊക്കെയായിരുന്നു? പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ഫാമിലിയിൽ ഷെയർ ചെയ്യണം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ എന്നെ ഒന്ന് അറിയിക്കണം. നമ്മൾ ഈ ചാനലിൽ ഇംഗ്ലീഷിന്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ മുൻപേ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണണം. എന്നാൽ നിങ്ങൾക്ക് ഈ സെന്റൻസസ് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇംഗ്ലീഷിന്റെ ബേസിക്സ് ഈസ്, ആം, ആറ്, അല്ലെങ്കിൽ ഡു, ഡസ്, ഹാവ്, ഹാസ് എന്നൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ മുമ്പ് ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഷോർട്ട് കട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ബൈ ബൈ.